കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇതാണോ കേരളം, ഇത് തന്നെ ആകണമോ കേരളം എന്ന് ചോദിച്ചു പോകുന്നുണ്ട്. പലപ്പോഴും നമ്മളതങ്ങനെ ചോദിച്ചു പോകുന്നുണ്ട്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇങ്ങനെയാണോ കേരളം മുന്നോട്ട് പോകേണ്ടത്? ഇതിനെയാണോ നവകേരളം എന്ന് പറയുന്നത്? ഒരു കാലത്ത് എന്തോ നവകേരള കെട്ടിപ്പടുക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ വലിയ വലിയ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നു. നവകേരള മിഷൻ കൊണ്ടുവരുന്നു. 2017 തോന്നുന്നത് നവകേരള മിഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അവർക്ക് ദ്വിമുഖ പദ്ധതികൾ ആ മിഷന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ 3-4 ലക്ഷ്യങ്ങൾ, ലൈഫ് പദ്ധതി, അതുപോലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച, അതുപോലെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം, ഇങ്ങനെ തുടങ്ങിയുള്ള വിവിധ പദ്ധതികൾ നവകേരള മിഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ റീബിൽഡ് കേരള എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരുന്നു. അതായത് നമ്മുടെ 2018 ഈ പ്രളയത്തിന് ശേഷം. പക്ഷേ റീബിൽഡ് കേരള എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ ഇതുവരെയും വ്യക്തമായ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തരാൻ ഈ സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നവകേരളം ശില്പികൾ എന്ന് എപ്പോഴും അവകാശപ്പെട്ടിരിക്കുന്ന സർക്കാരിന് നവകേരള പ്രവർത്തനം ഏതുവരെ എത്തി എന്നുള്ളതിനെ കുറിച്ചും വ്യക്തമായ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തരാൻ കഴിയുന്നില്ല. അത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചില പരസ്യങ്ങളും ചില പ്രസംഗങ്ങളും നടത്തി അങ്ങ് മുക്കാൻ ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറയാനല്ലാതെ നടക്കുന്നില്ല. എന്തായാലും ഇത് ഞാൻ പറയാൻ കാരണം ഇതാ ഇന്ന് നമ്മൾ ഞാൻ മുമ്പ് ഒരു വാർത്ത പറഞ്ഞതാണ്. ഒരു നിക്ഷേപകൻ, അയാൾ ഓസ്ട്രേലിയയിലും ഒക്കെ പോയി വർഷങ്ങളോളം ജോലി ചെയ്ത്, പ്രവാസിയായി ജോലി ചെയ്ത് ഉണ്ടാക്കിയ കാശ്, സമ്പാദ്യം മുഴുവനും നാട്ടിൽ വന്നിട്ട് ഒരു കച്ചവടം നടത്തി ഉണ്ടാക്കിയ സമ്പാദ്യം എല്ലാം കൂടെ എടുത്തുകൊണ്ട് ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ സഖാക്കൾ, ഏറ്റവും വേണ്ടപ്പെട്ടവരായ നേതാക്കന്മാർ പറഞ്ഞതനുസരിച്ച്, ആ നേതാക്കന്മാരുടെ വ്യക്തിപരമായ അടുപ്പവും ബന്ധവും ഉള്ളത് കൊണ്ടും ഒരു പാർട്ടി അനുഭാവിയും പ്രവർത്തകനും ഒക്കെ ആയിരുന്നത് കൊണ്ടും അദ്ദേഹം ആ ഒരു പാർട്ടി നടത്തുന്ന ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ, ഇടുക്കിയിലെ റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് കട്ടപ്പനയിലെ ബാങ്കിൽ കൊണ്ടുവന്നിടുകയും അയാൾ അവസാനം അയാളെ ഭാര്യയ്ക്ക് അസുഖമായിട്ട് ഓപ്പറേഷന് 2 ലക്ഷം രൂപയുടെ ചെലവ് വരും, അത് തരണമെന്ന് ചോദിച്ചപ്പോൾ തട്ടിക്കയറുകയും വിരട്ടുകയും തന്നെ തല്ലുമെന്നും തനിക്ക് പണി അറിയില്ലെന്ന്, എനിക്ക് പണി ഞാൻ തരാമെന്നും ഒക്കെ ഒരു നേതാവ് പറയുകയും ചെയ്യുമ്പോൾ ഈ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നവകേരള സൃഷ്ടി എത്രമാത്രം ഗംഭീരമാകുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന അവിടെയാണ് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത്. ഇത് ഇങ്ങനെയാണോ കേരളം കൊണ്ടുപോകേണ്ടത്? ഇങ്ങനെയാണോ കേരളത്തെ സൃഷ്ടിക്കേണ്ടത്? ഇങ്ങനെയാണോ നവകേരളത്തെ സൃഷ്ടിക്കേണ്ടത് എന്ന്? നവോത്ഥാന കേരളം എന്നൊക്കെ കുറച്ചു കാലം മുമ്പ് ശബരിമല കഴിഞ്ഞപ്പോൾ വല്ലാതെ പറഞ്ഞു കേട്ടതാണ്. ഇപ്പോൾ ആ നവോത്ഥാന കേരള സമിതിയോ നവോത്ഥാന സംരക്ഷണ സമിതിയോ ഒക്കെ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരെല്ലാം സർക്കാരിനെതിരായിട്ട് സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന. ഈ നവോത്ഥാന പ്രവർത്തനത്തിനെ അനുകൂലിക്കാതെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ നവകേരള സൃഷ്ടിക്ക് എങ്ങനെ നേതാക്കന്മാർ ഇങ്ങനെ തല്ലുമെന്ന് പറയുന്ന, കൊണ്ടിട്ട പണം ചോദിച്ചപ്പോൾ തല്ല് തരും എന്ന് പറയുന്ന നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇയാളെ ആരെല്ലാം ഭീഷണിപ്പെടുത്തിയെന്നുള്ള ഇനി പുറത്ത് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഓഡിയോ, ഒരു നേതാവ്, ഒരു മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതും തല്ലുമെന്ന് പറഞ്ഞതും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നത്. എന്നാൽ ഇനിയും ഇയാൾ പലരുടെയും പരാതി പറഞ്ഞിട്ടുണ്ട്. താൻ നിക്ഷേപിച്ച പൈസ തിരിച്ചു വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് പല പാർട്ടി നേതാക്കളെയും കാണുകയും ചെയ്തുകൊണ്ട് ഇയാൾ മരിച്ചതിൻ്റെ അന്ന് രാത്രി പോലും അദ്ദേഹം ആരെ കാണാൻ പോയിരുന്നു എന്നാണ് വരുന്നത്. അയാൾ കാണാൻ വന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് വന്നിങ്ങനെ തൂങ്ങി മരിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ചെന്ന് ഇനി കൂടുതൽ വിവരങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പാർട്ടി നേതാക്കൾ കൂടുതൽ പേർ ഇക്കാര്യത്തിൽ ഇദ്ദേഹത്തിനെ പീഡിപ്പിച്ചിട്ടുണ്ടോ, മാനസികമായി ഹലാസ് ചെയ്തിട്ടുണ്ടോ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് ചോദിക്കാൻ പോകുന്നത്, ഇത്തരം നേതാക്കളാണോ നവകേരള സൃഷ്ടി ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. വേണ്ട, നമ്മൾ ഓരോ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഓരോ വിഷയത്തിലും. ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതും അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതും അതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട എന്നാണ്. അതായത് ഈ ഭീഷണിപ്പെടുത്തിയത്, പണം ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയത് കാര്യമാക്കേണ്ടെന്നാണ്. മാത്രമല്ല ഇത് നമ്മൾ ആലോചിക്കേണ്ടത്, ഇയാൾ വിളിച്ചതല്ല, ബാങ്ക് അധികൃതർ അവിടെ ചെന്ന് പൈസ ചോദിച്ചപ്പോൾ ബാങ്ക് അധികൃതർ ഫോൺ എടുത്തിട്ട് സംസാരിക്കൂ സഖാവിനോടെന്ന് പറഞ്ഞ് ഫോൺ കൊടുത്ത് സംസാരിപ്പിച്ചതാണ്. അപ്പോഴാണ് അയാൾ ഭീഷണിപ്പെടുത്തിയത്. നിന്നെ കുറേ കാലം കൊണ്ട് ഞാൻ നോക്കിയിരിക്കുകയാണ്, നീ വലിയ പ്രശ്നമാണ്, നിനക്ക് പൈസ വേണോ അല്ലേ, നിനക്ക് നല്ല തല്ലാണ് തരേണ്ട, പൈസയല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചത്.
അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ഇതിനെയാണ് ഈ പാർട്ടി സെക്രട്ടറി വർഗീസ്, ജില്ലാ സെക്രട്ടറി ഇടുക്കിയിലെ പാർട്ടി സെക്രട്ടറി വർഗീസ് ന്യായീകരിക്കുന്നത്. അതൊന്നും വലിയ കാര്യമാക്കണ്ട, അതിനെ നിങ്ങൾ വലിയ വിഷയമായിട്ടൊന്നും വലിയ ഉയർത്തിക്കൊണ്ട് വരേണ്ട കാര്യമില്ല എന്ന് വർഗീസ് പറഞ്ഞിരിക്കുന്നു. പാർട്ടി സെക്രട്ടറിയും അത്തരം കാര്യങ്ങളിൽ ഇപ്പോഴും ഗോവിന്ദനും മൗനം പാലിക്കുകയാണ്. ഇനി നമ്മൾ കണ്ടതാണ് ഈ പാലക്കാട്ട് കൃഷ്ണദാസ് എന്ന് പറഞ്ഞ നേതാവിൻ്റെ ചില വാക്പ്രയോഗങ്ങൾ. മാധ്യമ പ്രവർത്തകരെല്ലാം വെറും ഇറച്ചിക്കടയിലെ പട്ടികളാണെന്ന് ഒരു പ്രയോഗം നടത്തിയതും ഈ വലിയൊരു നേതാവാണ്. അവിടെ MP-യും MLA ഒക്കെ ആയിരുന്ന ഒരു സീനിയർ നേതാവാണ് ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്. വെറും ഇറച്ചിക്കടയിലെ പട്ടികളെ പോലെയാണ് നീയൊക്കെ ഇങ്ങനെ ഒരു ഇറച്ചി കഷ്ണം കിട്ടാൻ വേണ്ടി നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ മുഴുവൻ കളിയാക്കിയതും ആക്ഷേപിച്ചതുമാണ്. അത്തരത്തിലുള്ള നേതാക്കന്മാരാണോ കേരളത്തിൽ ഇനി നവകേരളം സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. 2023 നവംബർ എനിക്ക് തോന്നുന്നു നവംബർ 18-ാം തീയതിയാണ് നവകേരള സദസ്സ് എന്നും പറഞ്ഞ് വലിയൊരു ജാഥ, നവകേരള യാത്ര എന്നും പറഞ്ഞ് കാസർഗോഡ് നിന്നും നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 1 കോടിയിലധികം രൂപയുടെ ലിഫ്റ്റ് വെച്ച, സ്റ്റെപ്പില്ലാതെ നടന്നു കയറാൻ പറ്റാത്ത ലിഫ്റ്റ് വെച്ച വാഹനത്തിൽ യാത്ര ചെയ്ത് ജനങ്ങളെ മുഴുവനും നവകേരള സൃഷ്ടിക്ക് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു. മന്ത്രിമാരെല്ലാം കൂടെ ചേർന്നുകൊണ്ടൊരു ബസ്സിൽ എന്ത് സംഭവിച്ചു? അങ്ങറ്റം ഇങ്ങറ്റം അടിസദസ്സ് നടത്തിയതല്ലാതെ ഇവർ ഈ പരാതികളൊന്നും കിട്ടും. 2 ആഴ്ച കൊണ്ട് പരാതികൾ പരിഹരിക്കുമെന്നും പിന്നെ കൂടുതൽ അന്വേഷണവും ഇടപെടലും വേണ്ടി വന്നാൽ ഏറി വന്നാൽ 4 ആഴ്ച അതിനകത്ത് പരിഹരിക്കുമെന്ന് പറഞ്ഞ പരാതികൾ ഇപ്പോഴും 1 വർഷം കഴിഞ്ഞിട്ടും പരിഹരിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളൊരു വാർത്ത പറഞ്ഞത്. ഒരു CPM നേതാവ് അയാളുടെ KSF-ലെ ജീവനക്കാരുടെ നേതാവായ അദ്ദേഹം, CAT യൂണിയന്റെ നേതാവായ അദ്ദേഹത്തിന് പെൻഷനൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും ആ പരാതി ഈ നവകേരള സദസ്സിൽ കൊടുക്കുകയും 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അതിനൊരു പരാതി വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ KSF ഇന്ന ബ്രാഞ്ചിലേക്ക് കൊടുത്തു. ആ ബ്രാഞ്ചിനെതിരായിട്ടാണ്, ആ ബ്രാഞ്ചിൽ പോയിട്ട് ഒരു കാര്യം നടക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം നവകേരള സദസ്സിൽ പരാതി കൊടുത്തത്. CAT നേതാവ് എന്നിട്ട് പോലും അവിടെ അയച്ചിരിക്കുന്നു എന്നുള്ളൊരൊറ്റ മറുപടിയാണ് കിട്ടിയത്. എന്തിന് നമ്മൾ കരുതലും കൈത്താങ്ങും എന്നൊക്കെ പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവരുന്നുണ്ടല്ലോ ആൾക്കാരുടെ പരാതി കേൾക്കാൻ വേണ്ടിയിട്ട്. നവകേരള സദസ്സിലെ പരാതിയെല്ലാം കേട്ട് എല്ലാം തീർപ്പാക്കി, ഇനി പരാതിയൊന്നുമില്ല. ഇനി പുതിയ പരാതി എടുക്കാൻ വേണ്ടിയിട്ടാണ് നവകേരള കരുതലും കൈത്താങ്ങും വന്നത്. അതിനകത്ത് ചില പരിപാടികൾ 11-12 പരാതികളുമായിട്ട് അങ്ങോട്ട് വന്നു പോകരുത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടാണ് കരുതലും കൈത്താങ്ങും നടക്കിയത്. ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ വെച്ചിട്ട് ഒരുതരം ഉഡായിപ്പ് കാണിച്ച് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു മുന്നോട്ട് പോവുക എന്നല്ലാതെ ഇങ്ങനെ നവകേരള സദസ്സ് ഇവർക്ക് ഇത്തരം ഉഡായിപ്പ് പദ്ധതികൾ കൊണ്ടും ഇത്തരം നേതാക്കളെ വെച്ചുകൊണ്ടും നവകേരളത്തെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. ജനങ്ങൾക്ക് ആ സംശയമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ നേതാക്കൾ എന്നാണ് നന്നാവുക, എന്നാണ് കേരളം നന്നാവുക. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.